ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ചെടിച്ചട്ടിയിൽ കഞ്ഞിക്കൂർക്കൽ ഇല അല്ലെങ്കിൽ പനിക്കൂർക്കയുടെ ഇല നടുന്നതും വളർത്തിയെടുക്കുന്നതും എന്നതിനെ കുറിച്ചാണ്. വീഡിയോയിലേക്ക് പോകും മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. റെക്ടാങ്കിൾ ഉള്ള ഒരു പോട്ടാണ് ഞാനിവിടെ എടുക്കുന്നത്. കാരണം ഈ ഒരു ചെടി നന്നായിട്ട് പടർന്നാണ് വളരുന്നത്. അപ്പോൾ കുറച്ച് സ്പേസ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇത്തവണ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ കഞ്ഞിക്കൂർക്കലിന്റെ ഇല തണ്ട് എല്ലാം കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പം നടുന്ന വീഡിയോ നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് കുറച്ച് ഓടും അതേപോലെ തന്നെ കരിക്കഷ്ണവുമാണ് കേട്ടോ. അത് ഞാൻ ഈ ചട്ടിയുടെ അടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, മണ്ണ് ഇടുന്നതിന് മുന്നേ ആയിട്ട്. കാരണം ഞാൻ ഇതിന് വെള്ളം പോകാനും വേണ്ടിയുള്ള ഹോൾസ് ഇട്ട് കൊടുക്കണില്ല ചട്ടിക്ക്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ പോകുമ്പോൾ വെള്ളം നിൽക്കുമല്ലോ, നനച്ചു കൊടുക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പം മണ്ണ് സെറ്റാക്കാം. ഇനി നമുക്ക് എപ്പോഴത്തെയും പോലെ മണ്ണും കൊക്കോപിറ്റും കൂടെയാണ് മിക്സ് ചെയ്തിട്ട് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് എടുക്കുന്നത്. എനിക്ക് ഇവിടെ നിന്ന് ഇപ്പം നടുന്ന സമയത്ത് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇവിടുത്തെ മണ്ണിന് കുറച്ച് പശപശപ്പോ അതുപോലെ ചളി പോലെയൊക്കെ ഫീൽ ചെയ്യും. കുറച്ചധികം ചളി കെട്ടി നിൽക്കുന്നത് പോലെ. ഓരോ സ്ഥലത്തും ഭൂപ്രകൃതി അനുസരിച്ച് മണ്ണിന് മാറ്റം ഉണ്ടാവുമല്ലോ, മേ ബി അങ്ങനെ ആയിരിക്കാം. ഇവിടെ ഇപ്പോൾ പോട്ടി മിക്സ് ഒക്കെ നമ്മൾ സെറ്റ് ആക്കുന്ന സമയത്ത് നിലത്തൊക്കെ തോന്നും, നമ്മുടെ ഫ്ലോറിലൊക്കെ ആവുന്നുള്ള ഭയങ്കര ഇതാണ്. അപ്പം ഞാൻ ഇങ്ങനെ മാറ്റ് ഇട്ടിട്ട് അതിൻ്റെ മേലെ ഈ ഒരു ബോക്സ് പോലത്തെ ഇതിലാണ് എപ്പോഴും മണ്ണ് ഇളക്കാറൊക്കെ. പക്ഷേ ആദ്യക്കുട്ടിയൊക്കെ അതാ മൊത്തം ഇളക്കി എല്ലായിടത്തും ആക്കും. പിന്നെ തുടച്ചെടുക്കാനും ഒക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ പിന്നെ ഞാൻ മാക്സിമം ശ്രദ്ധിച്ച് താഴെയൊന്നും പോവാതെ എങ്ങനെയൊക്കെയോ മിക്സ് ചെയ്ത് ആ ഒരു പോട്ടിലേക്ക് ആക്കി എടുക്കും കേട്ടോ. ഈ ഒരു ചെടിച്ചട്ടി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് അയച്ചു തരാം. അധികം പരിചരണമൊന്നും ആവശ്യമില്ലാത്ത എന്നാൽ പെട്ടെന്ന് വളർന്നു വരുന്ന ഒരു ചെടിയാണ് കഞ്ഞിക്കൂർക്കൽ. അതേപോലെ തന്നെ നമുക്കിത് മണ്ണിൽ നേരിട്ടും നടാം. വെള്ളത്തിലിട്ട് വെച്ച് 2-3 ദിവസം കഴിയുമ്പോൾ വേര് പിടിച്ചു വരും. അപ്പോൾ നന്നായിട്ട് വേര് പിടിച്ച ശേഷം മണ്ണിലോട്ട് മാറ്റി നട്ടു കൊടുക്കാം. ഒന്ന് സെറ്റായിട്ട് പിടിച്ചു കിട്ടിയാൽ നമുക്ക് ഉറപ്പായിട്ടും കുറേ കാലത്തിന് ആ ഒരു പ്ലാന്റ് തന്നെ മതിയാവും. നമുക്ക് മെഡിസിനായിട്ട് എപ്പോഴും ഉപയോഗിക്കാൻ ആവശ്യമുള്ള ഒരു പ്ലാന്റ് കൂടിയാണിത്. ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ നോക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് എപ്പോഴും ഉണ്ടാവില്ലേ കഞ്ഞിക്കൂർക്ക. കഫ്കെട്ടും കാര്യങ്ങൾക്കും ഒക്കെ ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. ചെറിയവർക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും കഫ്കെട്ടിനും അതേപോലെ ഹെയർ ഫോൾസിന് മുടിയിൽ തേക്കാനും അതേപോലെ നമുക്ക് നീരിറക്കം തുടങ്ങിയതിനൊക്കെ തലയിൽ ഹെയർ പാക്ക് ഇടാനും ഒക്കെ ഉപയോഗിക്കാം. ഇത് വളരുന്നതിനനുസരിച്ച് കൊമ്പൊടിച്ച് ഈ ചട്ടിയിലോട്ട് തന്നെ ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് തന്നെ നമുക്കിത് ഒരുപാട് വളർത്തിയെടുക്കാൻ കഴിയും ഇങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും കാണും വരേക്കും ടാറ്റാ ബൈ.